ഫുള്ള് മോഡൽ വേഷങ്ങളാണല്ലോ. കുറച്ചുകൂടെ മാന്യതയോടെ സംസാരിക്കണം. ഞാനൊരു സെലിബ്രിറ്റിയാണ്, അത് ഓർമ്മ വേണം. ഇവരുടെയൊക്കെ വിചാരം സൂചിച്ചേട്ടൻ മരിച്ചു കഴിഞ്ഞിട്ടാണ് ഞാൻ മോഡേൺ ഡ്രസ് ഇട്ടത്. ഒരു വലിയ തമാശ പറഞ്ഞതല്ലേ, ചിരിക്കണമെങ്കിൽ ചിരിക്കാം. ഒരു പ്രോഗ്രാമിന് പോയപ്പോഴാണ് സൂചേട്ടനുമായിട്ട് ഞങ്ങൾ ഇങ്ങനെ വാക്കുട്ടാ വൃദ്ധപ്പനെ കൊണ്ട് ഇങ്ങനെ വാ കിച്ചോട്ടാന്ന് പറഞ്ഞ് വിളിക്കത്തില്ലേ, ഇൻട്രോ കാണിക്കുന്നു, ഫാമിലിയെ കാണിക്കും. ഞാൻ ഓർക്കുന്നു, വല്ലാതെ ഓർക്കുന്നു. അന്ന് സൂചേട്ടൻ പറഞ്ഞു എന്തായാലും നീ ഷോയ്ക്ക് വരുന്നില്ല, ഒരു മോഡേൺ വേണ്ട, ഒരു ചുരിദാർ ഇടാതെ പറഞ്ഞു. അങ്ങനെയാണ് സാധാരണ ഇങ്ങനെ ഒരു മുടിയൊക്കെ വെച്ച് ഒരു ചുരിദാറൊക്കെ ഇട്ടിരിക്കുന്നത്. എന്തൊരു തള്ളണത്! എന്റെ പൊന്നോ, എന്തൊരു തള്ളാണോ! തള്ളി തള്ളി മുല്ലപ്പെരിയാർ വരെ പൊട്ടി. അന്നേ മോഡേൺ ഡ്രസ് ഇട്ട് കയറുവായിരുന്നെങ്കിൽ ലോകത്തെല്ലാം അറിയാം ഞാൻ മോഡേൺ ഡ്രസ് ഇടുന്ന ഒരാളായിരുന്നു. പക്ഷെ അതിപ്പം കടവാവല്ലേ അവൻ കാലേ തൂങ്ങി ആടാൻ പഠിപ്പിക്കുന്നേ. ഈ ഒരു ക്യാരക്ടറിനാണ്, അതുകൊണ്ടാണ്. അത്ര വലിയ ബന്ധങ്ങളിലേക്ക് പോണോ ശിവൻകുട്ടി? റേഷൻ കട മറന്ന് മണ്ണെണ്ണ വാങ്ങണോ? അല്ല, മുമ്പും മോഡേൺ ഡ്രസ്സുകളല്ലേ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. സൂചിച്ചുള്ളപ്പോഴേ എന്നെ അന്ന് ആർക്കും അറിയത്തില്ല. അന്നെ സിനിമയിൽ അഭിനയിക്കാൻ വിളിച്ചതാ. സൂചിച്ചേട്ടനും ഞാനും കൂടെ കൊല്ലത്തൊക്കെ പോകുമ്പോ ട്രെൻഡ്സിലൊക്കെ കയറും. അപ്പം കിച്ചു സൂചിച്ചേട്ടനുമാണ് എനിക്ക് ഡ്രസ് എടുക്കുന്നത്. ഈ സൗന്ദര്യത്തിന് മുന്നിൽ മയങ്ങി വിടാത്ത ഏതെങ്കിലും ആരാജക്കന്മാരുണ്ടാവോ? അവർക്ക് രണ്ടും ഇഷ്ടം ഞാൻ മോഡേൺ ഡ്രസ് ഇടുന്നു. രണ്ടുപേരും അതാ വാങ്ങിച്ചത്. നേരത്തെ ഇങ്ങനെ തന്നെ ഇടുന്ന ഈ സൗന്ദര്യം എനിക്കൊരു ശാപമാവുമോ ഇട്ടുണ്ണാനെ? മിക്കവാറും മഹാറാണിമാർ അറിഞ്ഞാലേ. മണ്ടത്തിലെ ഇവരുടെയൊക്കെ വിചാരം സൂചിച്ചേട്ടൻ മരിച്ചു കഴിഞ്ഞിട്ടാണ് ഞാൻ മോഡേൺ ഡ്രസ് ഇട്ടത്. സമനില തെറ്റി ചെയ്യുന്ന ഈ ഇടയായിട്ട് ഇതിന്റെ സ്ഥിരം പരിപാടി. എല്ലാരും പറയും, ഇതിന് മുന്നേ പറഞ്ഞു ഗ്ലൂട്ട എടുത്തില്ല, ഞാൻ എന്ന് വരെ എടുത്തില്ല. പക്ഷെ അപ്പൊ എനിക്കൊരു വാശി, എന്തായാലും എടുക്കാമല്ലോ. ഇനിയിപ്പോ എടുത്തില്ലെന്ന് പറയത്തില്ലോ. ഒരു പ്രത്യേക ജീവിതല്ലേ. മുമ്പ് ഹെയർ എക്സ്റ്റൻഷൻ ചെയ്യുന്ന സമയത്ത് ദിവസം കുളിക്കാൻ പാടില്ല എന്നായിരുന്നു ചേച്ചി പറഞ്ഞിരുന്നത്. എന്താ ഉറക്കം വരുന്നു. ശവത്തെ കുത്തരുത്. അപ്പൊ താൻ ആരാണെന്ന് സ്വയം ഒരു ബോധം ഉണ്ടല്ലോ, നന്നായി. അതായത് ചില ആളുകൾ സ്ഥിരം തല കഴുകാത്ത, ഞാൻ സ്ഥിരം ഒന്നും തല കഴുകത്തില്ല. വേറെ ആലോചിക്കും തോറും തൊലി പൊളിയുന്നു. നമ്മുടെ നാട്ടിലാണെ നമ്മുടെ വീട്ടിലാണെ നമുക്ക് തല കഴുകാൻ സ്ഥിരം. ഇപ്പം നീ അങ്ങനെയല്ലല്ലോ നേരത്തെ പറഞ്ഞത്. അതായത് ചില ആളുകൾ സ്ഥിരം തല കഴുകാത്ത, ഞാൻ സ്ഥിരം ഒന്നും തല കഴുകത്തില്ല. വേറെ ബിഗ് ബോസ് നടക്കുന്ന സ്ഥലം നമ്മുടെ സ്ഥലമല്ല, അല്ലല്ലോ, നമ്മുടെ സംസ്ഥാനമേ അല്ല. അതൊക്കെ നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യം. അവിടെ ചെല്ലുമ്പോഴത്തേന് വെള്ളം മാറി കുളിക്കുന്ന ഒരു സംഭവം ഉണ്ട്. അപ്പൊ വെള്ളം മാറി നമ്മുടെ തല കുളിച്ച് എന്തായാലും നമുക്ക് അസുഖം വരും. സോ അതുകൊണ്ടാണ് ഞാൻ ആഴ്ചയിലോ അല്ലെങ്കിൽ 2-3 ദിവസം കൂടുമ്പോ ഞാൻ തല കഴിക്കും.